നിങ്ങൾ പോണ്ടിച്ചേരി പോകാൻ പ്ലാൻ ചെയ്യാനാണോ? അങ്ങനെയാണെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. അപ്പോൾ പോണ്ടിച്ചേരിയിൽ 3 days നിൽക്കാനും 2 days നൈറ്റിനുള്ള ഒരു എക്സ്പെൻസസ് എന്തോരമായി എന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ജൽസ വാർത്ത. ഇന്നത്തെ വീഡിയോയിൽ എന്തോരം എക്സ്പെൻസസ് ഒക്കെ ആയി ഞങ്ങൾക്ക് ഓരോരോ കാറ്റഗറിയിൽ എന്നുള്ളത് പറയണേണ്. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഈ വീഡിയോ അതിനുള്ളൊരു ആൻസറാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് ബൈ ബസ്സിനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിനായിരുന്നു. ബസ് സ്ലീപ്പർ ബസ്സാണ്. അപ്പോൾ ഇവിടെ നിന്ന് ട്രാവൽ ഫ്രം വൈറ്റ്ല ടു പോണ്ടിച്ചേരി, തിരിച്ച് പോണ്ടിച്ചേരി ടു വൈറ്റ്ല. പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തത്. അതാണ് ഞങ്ങളുടെ എടുത്ത ലൊക്കേഷൻ. പിന്നെ ഇതിൻ്റെ അകത്ത് വൈറ്റ്ല ടു പോണ്ടി ഞങ്ങൾ പോയത് സൂര്യ കണക്ട് ട്രാവൽസ് ആണ്. ഒരാൾക്കായ എക്സ്പെൻസ് 1517 rupees. പിന്നെ തിരിച്ച് പോണ്ടി ടു വൈറ്റ്ല എടുത്തത് ജയാമൻ ട്രാവൽസിൽ നിന്നാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ആയത് 1383 rupees. ടോട്ടൽ ഒരാൾക്ക് അയക്കുന്നത് 2900 rupees ട്രാവലിന് വേണ്ടിയുള്ള കോസ്റ്റ് അയക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ ചെന്നിട്ട് ഉടനെ തന്നെ ഒരു ബൈക്ക് റെൻ്റ് എടുത്തു. അതൊരു പ്ലാനിലുണ്ടായിരുന്നതാണ്. കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും പോകാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ട്രാവലിങ്ങും എളുപ്പമാണ്. പിന്നെ അധികം കിലോമീറ്റേഴ്സ് ഒന്നും തമ്മിലില്ല. പക്ഷേ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകാനും വരാനും ഒക്കെ എളുപ്പം ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബൈക്ക് റെൻ്റ് എടുത്തു. ഞങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 വണ്ടിയാണ് എടുത്തത്. അവിടെ ഒരു ദിവസത്തേക്ക് 400 വെച്ചിട്ടാണ് റേറ്റ് അയക്കുന്നത്. മീൻസ് ഒരു വണ്ടിക്ക് ഞങ്ങൾക്ക് 2 വണ്ടി എടുത്തു. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പോൾ 3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് അയക്കുന്നത് 2400 ഒരാൾക്ക് അയക്കുന്നത് 800 rupees. പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമുക്ക് ആ സമയത്ത് കൊടുക്കേണ്ടി വരും, ഒരു 1000 rupees 2 വണ്ടിക്കും കൂടി വേണ്ടി എക്സ്ട്രാ. പിന്നെ എന്തായാലും ഒറിജിനൽ എന്തെങ്കിലും ID കാർഡ് വേണം. അത് ഒന്നില്ലെങ്കിൽ ആധാർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം. ഇത് അവർ വെക്കും, നമുക്കത് കഴിയുമ്പോഴേ തരുള്ളൂ. ഒറിജിനൽ തന്നെ വേണം. നമ്മളെ ഫോട്ടോ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ലാമിനേറ്റഡ് വേർഷൻസ് ഒന്നും എടുക്കില്ല. ഞങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസാണ് സബ്മിറ്റ് ചെയ്തത്. 2 വണ്ടി ഉണ്ടായാലും അപ്പോൾ 2 വണ്ടിക്ക് 2 ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തായിരുന്നു. പെട്രോൾ കോസ്റ്റ് ഞങ്ങൾക്ക് അയക്കുന്നത് 300 rupees, 2 വണ്ടിക്കും കൂടി അയക്കുന്നത്. അപ്പം ഒരാൾക്ക് അയക്കുന്നത് 100 rupees പെട്രോളിന് വേണ്ടി അയക്കുന്നത്. ഞങ്ങൾ 3 പേരാണല്ലോ. പിന്നെ റൂം റെൻറ്റ് ഞങ്ങൾ റൂം കുറേ സ്ഥലത്തൊക്കെ നോക്കി. ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് നോക്കിയത്. അപ്പം റൂം മാക്സിമം നമ്മളെ ഈ ഒരു പ്രോപ്പർ പോണ്ടിച്ചേരിയുടെ അടുത്ത് തന്നെ എടുക്കാൻ നോക്കാം. ബീച്ച് സൈഡിൽ കുറച്ചും കൂടി റേറ്റ് നല്ലോണം കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി അഫോർഡബിൾ ആവാൻ ഇതാണ്. ഞങ്ങൾ ആദ്യം കുറച്ച് 6 kilometers ഇപ്പുറത്തെ ഒരു സ്ഥലത്ത് നോക്കി. പക്ഷേ അതെടുക്കാൻ ചെന്നായിരുന്നു തോന്നി. കാരണം എപ്പോഴും വൈറ്റ് ടൗൺ ഏരിയയിലോട്ടാണ് നമുക്ക് വരേണ്ടത്, കഫേസും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ആ ഡിസ്റ്റൻസ് കുറച്ച് ഓവറാവും. അപ്പോൾ ഞങ്ങളെടുത്തത് നിയർ MG റോഡ് ഭാഗത്താണ്. അതൊരു 140 years old ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. അവിടെ നല്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പെർ നൈറ്റ് ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞത് 1500 വീക്കെൻഡിലല്ലെങ്കിൽ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഒരു 2+1 3 ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് 500 എക്സ്ട്രാ പറഞ്ഞു വന്നാലും ഞങ്ങൾക്ക് ഇതൊക്കെ ആയിട്ട് 1800 തന്നു. അപ്പോൾ 1800 വെച്ചിട്ട് 2 ദിവസം. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ഡേ ചെക്ക് ഔട്ട് 11 o'clock ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾ എന്താ പറയുക, ചെക്കൗട്ട് ചെയ്ത് വന്നപ്പോൾ 7:30 ആയി വൈകുന്നേരം. അപ്പോൾ അതിനുവേണ്ടി ഒരു എക്സ്ട്രാ 700 കൂടി കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഏർലി ചെക്കിനും ആയിരുന്നു, ലേറ്റ് ചെക്കൗട്ടായിരുന്നു. എല്ലാം കൂടി ഞങ്ങൾക്ക് അയക്കുന്നത് 4300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രൈഡേ മോർണിംഗ് എത്തി സൺഡേ നൈറ്റ് വരെയുള്ള ഒരു ടൈമിൽ അയക്കുന്നത്. നല്ലൊരു സ്റ്റേ ആണ്. നമുക്ക് കിച്ചൺ ആക്സസ് ഉണ്ട്. മിനിമം കാര്യങ്ങളൊക്കെ കിച്ചണിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഒരു ഇതൊന്നും പറയാനില്ല. പിന്നെ മീൻസ് AC ഉള്ള റൂമാണ് കേട്ടോ ഈ പറഞ്ഞത്. അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. സേഫ്റ്റി ഇഷ്യൂസ് ഒന്നുമില്ല. ഗേൾസിന് മാത്രമായിട്ട് പോകാനാണെങ്കിലും
സേഫ്റ്റി ഇഷ്യൂസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് 2 സിംഗിൾ ബെഡ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ എക്സ്ട്രാ ഒരാളും കൂടി വന്നല്ലോ, അപ്പോൾ അയാൾക്ക് വേണ്ടി ബെഡും തന്നു. ബെഡ് മാത്രമായിട്ടല്ല തന്നത്, ഞങ്ങൾക്ക് എക്സ്ട്രാ എന്താ പറയുക ഒരു ഫോൾഡബിൾ ഇതില്ലേ, കട്ടിലില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പും കൂടെ. അപ്പോൾ നിലത്തൊന്നും കിടക്കേണ്ടി വന്നില്ല. ഇപ്പോൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കിച്ചൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഗ്ഗ് ബോയിൽ ചെയ്യാനും പിന്നെ മാഗിയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ ചെറിയ ഇൻഡക്ഷൻ കുക്കർ ഇട്ട് അത് ഒക്കെ ചെയ്തു. ഞങ്ങൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയുടെ പേര് പെറ്റിറ്റ് ഗേറ്റ് എന്നാണ് എൻ്റെ പേര്. അത് അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. റൂമിന് ഒരാൾക്ക് അയക്കുന്നത് 1433 ആണ്, എന്ന് പറഞ്ഞാൽ ബിലോ 1500 ആയി. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയത് അവിടെ ചെന്നിട്ട് ഫുഡിന് വേണ്ടിയാണ്. ഫുഡിന് അത്യാവശ്യം നല്ല റേറ്റായി. ഒരു 10K താഴെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി 9K അടുത്ത് വന്നിട്ടുണ്ട്. 2976 റുപ്പീസായി, അറൗണ്ട് 3000 ആയിരുന്നു. പിന്നെ ഗ്രോസറിക്ക് ഞങ്ങൾ അല്ലറ ചില്ലറയൊക്കെ വാങ്ങിച്ചതിന് എല്ലാത്തിനും കൂടി ഒരാൾക്ക് 234 റുപ്പീസായി. പിന്നെ ഞങ്ങൾ ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ബൂത്ത് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് ചെയ്തു. അത് വേണമായിരുന്നോ നോക്കി ആലോചിച്ചപ്പോൾ ഇപ്പം തോന്നുന്നത് വേണ്ടായിരുന്നു. കാരണം വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. പിന്നെ ഒരു സോനിയർ പോലെ ഒരു ഷീറ്റ് പോലത്തെ ഒരു സാധനത്തിൽ വെക്കാമെന്നുള്ളൂ. അപ്പോൾ അതിനായത് 150 ഈച്ചാണ്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഡേ ഒരു ഫോട്ടോഷൂട്ട് നടത്തി. അത് അത്യാവശ്യം ആയി. അപ്പോൾ അതിന് ഞങ്ങൾക്ക് അയക്കുന്നത് 2400 റുപ്പീസായി. ടോട്ടൽ ഒരാൾക്ക് 800 റുപ്പീസ് ആയി. ഫോട്ടോസ് എടുക്കുന്നു, തരുന്നു, ഇതായിട്ടാണ്. അത് ഒരു വേണമെങ്കിൽ ഒരു ആവശ്യമില്ലാത്തൊരു എക്സ്പെൻസ് ആണെന്ന് പറയാം. പിന്നെ ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർ ഗുഡ് തിങ്. ഇതാണ് ഞങ്ങൾക്ക് ടോട്ടൽ അയക്കുന്ന മെയിൻ എക്സ്പെൻസസ് ഒക്കെ. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അതിങ്ങനെയൊന്നും അധികം ചെയ്തില്ല. ഞങ്ങൾ കൂടുതലും കാഫേ ഹോപ്പിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം അതാണ് ടോട്ടൽ ഞങ്ങൾക്ക് അയക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഒരാൾക്ക് 9393 റുപ്പീസാണ് എല്ലാം കൂടി അയക്കുന്നത്. ഈ ഒരു കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ മാറ്റിയാൽ നമുക്ക് ഒരു 8000-നുള്ളിൽ നമ്മളുടെ പോണ്ടിച്ചേരി ട്രിപ്പ് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി കാഫേസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ വേറെ ഇടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. ഓക്കെ, ബൈ.